ഹായ് ഗൈസ്, വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ടേ എൻ്റെ അനിയത്തിൻ്റെ കല്യാണം, മീൻസ് ഞങ്ങൾ ട്വിൻസാണ്. എൻ്റെ അനിയത്തിയുടെ കല്യാണം, പാറുവിൻ്റെ കല്യാണം ആദ്യം നടന്നത്. അവൾ വീട്ടിൽ വന്നിട്ട് ഓരോന്നൊക്കെ എടുത്തിട്ട് പോകുമ്പം ഞങ്ങൾ കളിയാക്കുന്നു, എന്നാടി ഈ വീടിന് വീട് വെച്ചിട്ട് നീ എടുത്തിട്ട് പോകുമെന്ന് ചോദിക്കുമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏലയ്ക്ക. ഇടുക്കിയിലൊന്നുമല്ല എൻ്റെ വീട്, പക്ഷേ ചേട്ടൻ മൂന്നാർ പോയിട്ട് കൊണ്ടുവന്ന ഏലയ്ക്ക അടിപൊളി, നല്ല മണം. സോ ഫസ്റ്റ് അത്. രണ്ടാമത് മസാല കുറച്ച് ലീക്കായിട്ടുണ്ട്. ദിസ് ഇസ് മന്തി മസാല. ഇത് മന്തി മസാലയാണ്. ഇത് കസൂരി മേത്തി. വീട്ടിൽ പോയി ഞാൻ നമ്മുടെ പർദീസ ചിക്കനും അതേപോലെ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. വീട്ടിൽ അമ്മ അതൊന്നും ഉണ്ടാക്കില്ല. സോ ഞാൻ കസ്തൂരി മേത്തിയൊക്കെ ഇങ്ങ് എടുത്തിട്ട് പോന്നു. അമ്മ നാട്ടിലുള്ളവരൊന്നും അങ്ങനെ യൂസ് ചെയ്യാനൊക്കെ കാണുന്നില്ല. നല്ല കൊടംപുളി ഇത് എന്താണെന്നറിയോ? തേയില. ഇതൊക്കെ ചേട്ടൻ മൂന്നാർ പോയിട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വരും. ഇത് ഫ്രോസണാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ കൊണ്ടുവന്നപടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നാലും ഇത് ഓപ്പൺ ചെയ്യാം. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നാട്ടിൽ നിൽക്കുമ്പോൾ കൊറിയർ വന്ന ഫ്ലിപ്കാർട്ടിൻ്റെ കവർ വെച്ചിട്ടാണ് അമ്മ പാഴ്സൽ ചെയ്തിരിക്കുന്നത്. നല്ല ഫ്രോസൺ ആയിട്ടിരിക്കും തോന്നുന്നു. ഉള്ളിൽ 2. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ പാക്കിൽ ഒരു 100. ഫിഷ് ഫ്രൈ ആയിട്ടാ. നല്ല അയല വറുത്തത്. ഇതിപ്പോൾ എന്തായാലും ഇപ്പം എടുക്കണം. അയല വറുത്തത്. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഒരു ഇതുണ്ട്. ഞാൻ ഇതിനാണ് പ്ലേറ്റ് എടുത്ത് വെച്ചത്. പേപ്പർ കൊണ്ട് കയ്യോടെ കവർ എടുത്ത് മാറ്റും. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് ഇത്രയും വലിയ സിലോപ്പിയാണ്. സിലോപ്പി ഓൾറെഡി അമ്മ വറുത്തതാണ്, എനിക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള സിലോപ്പി. ഓക്കെ നോ 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 ബുജ്ജി നോ. ഇത് കക്കറച്ചിയാണ്. കക്കറച്ചി ഫ്രൈ ചെയ്ത് വെറുതെ എന്താണ് എന്താ തരാ. ഇത് കക്കറച്ചി ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്നും ഇടാണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം തേച്ച് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് റോസ്റ്റ് ചെയ്യണം. സോ ഇനി അപ്പോഴത്തെ തക്കാളി, ഉള്ളി, സർവ്വ സാധനം തീർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1 വീക്ക് ആയല്ലോ പോയിട്ട്. അപ്പോൾ വൈകിട്ട് ഇതൊക്കെ പോയി ഇനി വാങ്ങിയിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇതിനൊക്കെ തക്കാളി ഇതൊക്കെ വേണം. പിന്നെ ഒരു സാധനം കൂടെ ഞാനത് ആലോചിക്കും. ഫിഷ് കറി. ഇത് നെയ്മീൻ കറിയാണ്. അമ്മ ഇതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത് എന്നോട്. പക്ഷേ ഫുള്ള് കാലിയാണ്. അടുക്കള കാലി ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവ്. സോ ഫിഷ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് അയില ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്.
കക്കയിറച്ചി ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് കരിമീനല്ല, സിലോപ്പിയാണ്. ഇതിപ്പം വറുത്ത് കൊണ്ട് കഴിക്കുകയാണ്. ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി മീൻസ് ഒന്ന് തവയിലിട്ട് ചൂടാക്കിയിട്ട് പൊള്ളിച്ചെടുക്കും. ഇത് വേണ്ടിയിട്ടാണ്. ഇതും ഞാൻ ഒന്നെങ്കിൽ നാളെ എടുക്കുള്ളൂ, ഇന്ന് എടുക്കാൻ ചാൻസ് ഇല്ല. രാത്രി അപ്പോൾ അത്ര ഹെവി ആയിട്ട് കഴിക്കില്ല, ഓൾറെഡി കക്കയിറച്ചി ഉണ്ട്. എനിവേ നമുക്കിത് അങ്ങനെ എടുത്ത് ഞാൻ ഫ്രീസറിൽ വയ്ക്കും. ഇപ്പോൾ ഈ കറി ആക്കാം, ചോറ് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് പണിയാണ്, നിറച്ച് പൊടിയും. ആണുങ്ങൾ മാത്രം വീട്ടിലുണ്ടെങ്കിൽ സർവ്വ സ്വാഭാവികം, അറിയാലോ. അപ്പം നിറച്ച് പൊടിയും മൊത്തമല്ല. ഞാൻ പോകുമ്പോൾ ഒരു പാമ്പേഴ്സിൻ്റെ ഒരു കവറ്, കുഞ്ഞിന് പാമ്പേഴ്സ് ഇട്ടിട്ട് ആ കവർ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ വന്നപ്പം അതേ റൂമിൽ സെയിം ആ കവർ പോലും ഒന്ന് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തിട്ടില്ല. പക്ഷെ നാശമൊക്കെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. ആൾ യൂസ് ചെയ്ത പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് വയ്ക്കുമല്ലോ, അതെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം. വേസ്റ്റൊക്കെ കളയാണ്ട് ഒത്തിരി പണിയുണ്ട്. സോ ഇന്ന് വലിയ പരിപാടികളൊന്നും നടക്കില്ല, നീറ്റാകലും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. സോ ഇത് ഫ്രീസറിലേക്ക് ഫിഷ് ഫ്രൈ വറുക്കണം. ഒന്നുകൂടെ വറുത്ത് ഫ്രോസൺ ആക്കിയതാണ്, പക്ഷെ ഞാൻ ഒന്നുകൂടെ ആക്കണം. ഇത് കറി, ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ തേയില ഞാൻ എത്ര കാലം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുമെന്നാണ് എനിക്ക് അറിയാൻ മേലാത്ത കാര്യം. ഞാൻ കുടിക്കുന്ന അല്ലായിരുന്നു. നോട്ട് ദ പോയിന്റ്. വീട്ടിൽ പോയി നല്ല അടിപൊളിയായിട്ടൊക്കെ ചായ കുടിക്കാൻ തുടങ്ങി. 3-4 നേരമൊക്കെ ചായ കുടിച്ചു. അതാണ് ഇന്നലെ ട്രെയിനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കണതല്ലേ, ചായ കുടിക്കാൻ സമയപ്പോൾ തലവേദന എടുക്കണം. അങ്ങനെ കോഫി കുടിച്ചു. പിന്നെ വൈകിട്ടും കോഫി കുടിച്ചു. കാര്യം അമ്മ പ്രോൺസ് ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് പ്രോൺസിന് നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ, പിന്നെ മറ്റേ പുട്ടും ചെമ്മീൻ തീയൽ കറിയും അത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കട്ടൻ ചായ. അങ്ങനെ എന്താ പറയുക, ഓരോന്നിൻ്റെ കൂടെ കട്ടൻ ചായ കഴിച്ച് പിന്നെ അയ്യോ അത് വാങ്ങിയിട്ട് വരണമെന്ന് വിചാരിച്ചു. ബിരിയാണി മസാല വാങ്ങിയിട്ട് വരണമെന്ന് വിചാരിച്ചു. അതൊക്കെ മറന്നു. എന്നാലും ആകെ ഒരു ഹറിബറിയായിരുന്നു. അപ്പോൾ രാവിലെ വന്നു, ഉച്ചയായപ്പോൾ ഞങ്ങൾ പോന്നു. 2 മണിയായപ്പോൾ ഇറങ്ങി. ആകെ ഒരു ഹറിബറിയായിരുന്നു. എനിവേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതാണ് അപ്പോൾ ഇന്നത്തെ ടാസ്ക്. എല്ലാവരും വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാർ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, ഇതിൽ കൂടുതൽ ഐറ്റംസൊക്കെ കൊണ്ടുവരാറുണ്ട്. ഞാൻ ഫിഷ് ഐറ്റംസ് മാത്രം കൂടുതൽ ക്യാരി ചെയ്യാറുള്ളൂ. കാര്യം ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടില്ല. അവിടുന്ന് വന്നൊരു 4-5 ദിവസം പഴക്കമുള്ള സാധനം ഇവിടെ കിട്ടുള്ളൂ. സീ ഫിഷ് കിട്ടൽ, കടൽ മീൻ കിട്ടൽ വളരെ കുറവാണ്. ഈ സാധനം ഇതിനിവിടെ കരിമീൻ എന്നാ പറയാ. ബുജി മോനാ, ബുജിമാ, എന്തോ അവിടെ ബെഡിൽ പോയി ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിടുന്നുണ്ട്. ഇവിടെ തൊടാൻ പറ്റില്ല, എല്ലായിടത്തും പൊടി തുമ്മൽ. സോ അപ്പോൾ ഉച്ചയ്ക്ക് വരും. അതിന് മുന്നേ ഇതൊക്കെ ചൂടാക്കട്ടെ. ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12:45 രാവിലെ എഴുന്നേറ്റു, ഓട്സ് കഴിച്ചു രാവിലെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൻറ്റി വിളിച്ചിട്ട് ഇവിടെ അമ്മൂനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് നമ്മുടെ ഇവിടെ നെയ്ബറാണ്, മലയാളിയാണ്. അപ്പോൾ അമ്മൂന് വയ്യാണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചു. ഇപ്പോൾ ആൻറ്റി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു കോയമ്പത്തൂർ. സോ ഒന്ന് വിളിച്ചിട്ട് വരുമെന്ന് ചോദിച്ചു. പിന്നെ സ്കൂളിൽ പോയി അമ്മൂനെ ഇവിടെ നിന്ന് നോക്കി കാണാം, സ്കൂൾ ഗേറ്റ് അത്രേ ഉള്ളൂ കേട്ടോ, ഒത്തിരി പോകാനൊന്നുമില്ല. സ്കൂളിൽ നിന്ന് പിന്നെ അമ്മൂനെ വിളിച്ചിട്ട് വന്നു. പിന്നെ അരി ഇട്ടു, സെക്കൻഡ് വീസിലായി. ചോറിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിനൊന്ന് ഹോസ്റ്റലാക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരാളുടെ കയ്യിൽ പോവാതെ എന്നിങ്ങനെ ഈ ഒരു ഗ്യാപ്പ് വിട്ട് അവൾ പോയിട്ടില്ല. ചവിട്ടി മെതിച്ച് മീൻസ് നടക്കുമ്പോഴേക്കും കാലിലും കയ്യിലും ചവിട്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴും ഈ ഷോൾഡറെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. കാര്യം അവിടെ ആരെങ്കിലും എടുക്കുമൊക്കെ അറിയാൻ പാടില്ലാത്ത സ്ഥലമല്ലേ, ആരെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കാനാണ് ഞാൻ നാട്ടിൽ പോയി റെസ്റ്റ് കിട്ടിയിട്ടില്ല. കാര്യം കുഞ്ഞ് ഒരാളുടെ അടുത്ത് കൈമാറില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ അവൾ ഓടി നടന്ന് കളിച്ചോളൂ. അത്രയും സമയങ്ങൾ നമ്മൾ ഫ്രീ ആവും. ഇത് അവൾ എങ്ങും കളിക്കില്ല, ഒന്നും ചെയ്യില്ല. നമ്മളിങ്ങനെ ഞെറുക്കി പിടിച്ചുകൊണ്ട് തന്നെ എല്ലാം ചെയ്ത് ഫുള്ള് ബോഡി പെയിനാണ്. കുഞ്ഞുങ്ങൾ കയറി എന്ത് വരാൻ, അങ്ങനെയല്ല. അവരിങ്ങനെ അങ്ങനെ വരുന്നവർക്ക് ഭയങ്കര നിർബന്ധമുള്ള കുട്ടികളുടെ അമ്മമാർക്ക് കാരണം മനസ്സിലാവും. കുഞ്ഞിക്ക് അങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവള് ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഒത്തിരി ഉണ്ടായിരുന്നില്ല. ഇത് ഒരാളുടെ എനിക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ ഉറങ്ങുമ്പോഴേ പോകാൻ പറ്റുള്ളായിരുന്നു.
എൻ്റെ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ അവൾ അപ്പം എഴുന്നേൽക്കും അല്ലേ. അപ്പോൾ ഇപ്പോഴൊന്നും ഫ്രീ ആവണം. ഇന്നലെ കിടന്നിട്ട് എഴുന്നേക്കാൻ മേല, ശരീരമൊക്കെ ഇങ്ങനെ പിഴിയണ പോലെ. പിന്നെ അവർ ഈ ജനിച്ച് വളർന്ന സ്ഥലത്ത് വരുമ്പോഴല്ലേ അവർ കംഫർട്ട് ആവുള്ളൂ. ഇന്നലെ തിരുപ്പൂരിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴി കുഞ്ഞിൻ്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. അപ്പം ആമി, എൻ്റെ അനിയത്തി കൊണ്ട് പറയും, ആമി കലവൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്, അവളെ കംഫർട്ട് സോൺ അതാണ്. പക്ഷെ അപ്പം എനിക്കിത് എന്താണെന്ന് അറിയില്ലായിരുന്നു, അതെന്താ അങ്ങനെ എന്നായിരുന്നു. ബുജ്ജി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഇന്നലെയാണ് ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യണ കാര്യം. ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരുപ്പൂർ വന്നെന്നിറങ്ങിയതും കുഞ്ഞിയുടെ ക്യാരക്ടർ ഞാൻ അവിടെ കണ്ട ഒരാളെ അല്ല. അയ്യോ, അവളുടെ സന്തോഷം ഒന്ന് കാണാൻ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം ചോദിച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം പുള്ളിക്കാരി ഇവിടെ നിൽക്കായിരുന്നു കളിച്ചോണ്ടിരിക്കുന്ന വഴി, അമ്മ അമ്മമ്മ എൻ്റെ അമ്മയുടെ കാര്യം ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അമ്മമ്മ ഇല്ല, അമ്മമ്മ നാട്ടിലാണ്, പിന്നെ വരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെയും കളിച്ചിട്ട് നേരെ വന്നിട്ട് അമ്മ അച്ഛ, എൻ്റെ അച്ഛനെ അച്ഛന്ന് വിളിക്കണേ. അമ്മ അച്ഛ, അപ്പം അച്ഛനും ഇല്ല, അച്ഛനും നാട്ടിലാന്ന് പറഞ്ഞ അക്ക ആമീനെ. ഇവരെ 3 പേരെ തിരക്കി പുള്ളിക്കാരി വന്ന് കുറച്ച് ഇത്രയും കളിച്ചപ്പോൾ കാണുന്നില്ലല്ലോ. അമ്മ ഓൾറെഡി ഇവിടെ വന്നതും കൂടെ അല്ല, അമ്മ ഇവിടെ ഉണ്ടായിട്ട് എന്നെ കൂട്ടിയിട്ട് പോയത്. അപ്പോഴും പുള്ളിക്കാരിക്കൊരു ഡൗട്ട്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു. ഇപ്പം അതുകൊണ്ട് അവിടെ ബിസ്ക്കറ്റ് കിട്ടിയോണ്ട് ഇനി ആ റൂം ഒന്ന് വൃത്തികേടാക്കണ സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വഴക്കുറഞ്ഞ് ചീത്ത പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് മാറ്റിയിട്ടുണ്ടായേനെ, പക്ഷേ നടക്കില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, അധികമൊന്നുമില്ല, എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ, മസാല സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ. ഓക്കെ.